ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് മണ്ണാർക്കാട്ട് ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത്. UDFനും എനിക്കും മണ്ണാർക്കാട്ടെ ജനത നൽകിയത് ഗംഭീരമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയമാണ്. 1,00,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് ഉണ്ടായിരിക്കുന്നു. മണ്ണാർക്കാടിന്റെ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയാണ്? ഓരോ തരംഗങ്ങൾക്കനുസരിച്ച് ജയിച്ചിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട്. അത് കഴിഞ്ഞ 3 തവണയായി ഞങ്ങൾ ജയിപ്പിച്ചു. അതിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്നത് 12,325 വോട്ടിന്റെ 2016 എൻ്റെ തന്നെ ഭൂരിപക്ഷമാണ്. ആ എൻ്റെ തന്നെ റെക്കോർഡിനെ അതിന്റെ ഇരട്ടി വോട്ടുമായിട്ട് ഏകദേശം 26,000-ഓളം വോട്ടുമായിട്ട് മറികടക്കാൻ മണ്ണാർക്കാട്ടെ ജനത ഇത്തവണ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വലിയ വിജയത്തിൽ കൂടുതൽ വിനയാന്വിതനാവുകയാണ്. മണ്ണാർക്കാട്ടെ ജനത നൽകിയ സമ്മാനമാണിത്. അപ്പോൾ ആ ജനങ്ങളുടെ ആ വലിയ സ്നേഹവും ജനങ്ങളുടെ പിന്തുണയും ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിലും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പുതിയ പുതിയ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകും. കേരളത്തിലും നമുക്കത് പ്രകടമാണ്. തെരഞ്ഞെടുപ്പ് സമയത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരുപാട് അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ഭരണരംഗമാകെ മുരടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം, വികസന മുരടിപ്പ്, ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം തയ്യാറായിരിക്കുകയാണ്. ആ രാഷ്ട്രീയ മാറ്റം ഞങ്ങളും പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു വലിയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായില്ലേ? എവിടേക്കാ തോറ്റത്? നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇന്നത്തെ ഒരു കൗണ്ടിങ്ങിന്റെ ദിവസം അദ്ദേഹം മുന്നോട്ട് പോയത്? ഇഴഞ്ഞു നീങ്ങേണ്ട സ്ഥിതിയല്ലേ വന്നത്? ആദ്യത്തെ 6 റൗണ്ടിൽ മുഖ്യമന്ത്രി പിറകിലാണ്. എവിടെ? ഏത് മണ്ഡലത്തിൽ? മറ്റുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങളുള്ള ധർമ്മടത്ത് മുഖ്യമന്ത്രി ഇഴഞ്ഞു നീങ്ങിയത് നമ്മൾ കണ്ടു. കണ്ണൂരിൽ എത്ര സീറ്റാണ് ഞങ്ങൾ ജയിച്ചത്? ഇപ്പൊ ഈ പാലക്കാട് തന്നെ മണ്ണാർക്കാട് ഈ ചരിത്ര ഭൂരിപക്ഷം, തൊട്ടടുത്ത കോങ്ങാട് സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കില്ലേ? അപ്പോൾ ഇത് കേരളത്തിൽ ഉടനീളമുണ്ട്. ഇടതുപക്ഷത്തിന്റെ അപജയത്തിനെതിരെ ഇടതുപക്ഷക്കാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇടതുപക്ഷ വോട്ടർമാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ജനവിധി മാനിച്ച് കൂടുതൽ വിനയത്തോടെ കൂടുതൽ സേവന സന്നദ്ധതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കും. അതൊക്കെ ഞാനതിലൊരു ഒരു കമന്റ് പറയുന്നത് ശരിയല്ല. അതൊക്കെ നേതൃത്വം എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് അത്തരത്തിലുള്ള പദവികളും ചുമതലകളും ഒക്കെ ആരൊക്കെ ഏൽപ്പിക്കണമെന്ന് നേതൃത്വം തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എന്ത് തീരുമാനിച്ചാലും അത് ശിരസ വഹിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.